അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പലപ്പോഴും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാറുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സംശയമാണ് ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്കുകൾ വ്യാപകമായി ഇപ്പോൾ ഉള്ളൊരു കാലമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണോ, ഹറാമാണോ? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് എന്നതൊക്കെ ഒരു പൊതുവായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന, അന്യപുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന തരത്തിൽ അത് അണിഞ്ഞ് അല്ലെങ്കിൽ പുരട്ടി നടക്കുന്നത്, അത് ലിപ്സ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും അത് തെറ്റായ കാര്യമാണ്. നമ്മൾ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങലും അതേപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ഉള്ള സഹോദരിമാരുടെ സദസ്സിൽ അണിഞ്ഞൊരുങ്ങലും അതുപോലെയല്ല അന്യപുരുഷന്മാരുമായി ഇടപെടേണ്ടി വരുമ്പോൾ നമ്മൾ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാരുള്ള വേളകളിൽ, വേദികളിൽ, സാഹചര്യങ്ങളിൽ ഇതെല്ലാം ഒഴിവാക്കുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വലാ യുബ്ദീന സീനത്തഹുന്ന, നമ്മുടെ സീനത്ത്, അലങ്കാരങ്ങൾ വെളിവാക്കാൻ പാടില്ല. അതുകൊണ്ട് ജോലിക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ അന്യപുരുഷന്മാരൊക്കെ പങ്കെടുക്കുന്ന സദസ്സുകൾ പങ്കെടുക്കുമ്പോഴും ഈ ലിപ്സ്റ്റിക്കുകൾ പോലെയുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നൽകുന്ന മറുപടി, തഹ്മീറു ഷഫാത്തി ലാ ബഅസ ബിഹി, ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചുണ്ട് ചുവപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ലിഅന്നൽ അസ്ല ഫി സീനത്തിൽ ഇബാഹ, സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഇല്ലാ മാ ദല്ല ദലീലു അലൽ മൻഇഹി, ഇല്ലാ മാ ദല്ല ദലീലു അലാ മൻഇഹി, അത് തടയാൻ, അത് പാടില്ല. സൗന്ദര്യം, ഇന്നല്ലാഹു ജമീൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു ഭംഗിയെ വെറുക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭംഗി വർദ്ധിപ്പിക്കാൻ ഈ ലിപ്സ്റ്റിക്കുകൾ പോലെയുള്ള തേക്കുന്നത് കൊണ്ട് വിരോധമില്ല, അത് വിലക്കപ്പെടാത്ത കാലമത്രയും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം പറയുന്നത്, വലാകിൻ ബിശർത്ത്, പക്ഷെ ചില ഉപാധികളുണ്ട്. ഒന്ന്, ഒളുവെടുക്കുമ്പോൾ ഉളുവിന്റെ വെള്ളം അവിടെ എത്തണം. രണ്ടാമത്തത്, അത് ആരോഗ്യത്തിന് പ്രശ്നമുള്ളതാവരുത്. പക്ഷെ അതിന് പ്രധാനപ്പെട്ട ഷർത്ത് എന്ന് പറഞ്ഞാൽ, ഇത് അകാനത്ത് തഖ്റുജു ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, വയറാഹ റിജാലുൽ അജാനിബ്, അവിടെ അന്യപുരുഷന്മാരുണ്ടാകും, അവർ കാണുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യ പ്രകടനം നടത്തുമ്പോൾ ആളുകൾ അതിലേക്ക് ശ്രദ്ധിക്കും. അത് തെറ്റാണ്. അതുകൊണ്ടാണ് സൂറത്ത് നൂറിന്റെ 31-ാമത്തെ ആയത്തിൽ ഞാൻ ഈ വിഷയം പറയുമ്പോൾ സൂചിപ്പിക്കുന്നത്, വലാ യുബ്ദീന സീനത്തഹുന്ന, നമ്മുടെ അലങ്കാരം പ്രകടമാക്കാൻ പാടില്ല. അപ്പോൾ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാം, സ്ത്രീകൾ മാത്രമുള്ള സദസ്സുകളിൽ മാന്യമായ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങാം. അന്യ പുരുഷന്മാരില്ലാത്ത രക്തബന്ധുക്കളായ ആളുകളുടെ മുമ്പിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അന്യ പുരുഷന്മാരുള്ള സദസ്സുകളിൽ ഇത്തരമുള്ള ഒന്നും പാടില്ല എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചത് സ്ത്രീകളുടെ സുരക്ഷത്തിന് വേണ്ടി തന്നെയാണ്. അത് ശരീരപ്രകടനമാണെങ്കിലും ഇതുപോലെയുള്ള അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിലും നമ്മുടെ സൗന്ദര്യം അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് പോലെയുള്ളതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.